എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂർ നഗരസഭയിലേക്ക് UDF നടത്തിയ മാർച്ച് അപഹാസ്യമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം. മാർച്ച് BJP UDF കൂട്ടുകെട്ടിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിലെ മാലിന്യം BJP ഭരിക്കുന്ന പാലക്കാട് തള്ളിയെന്ന UDF ആരോപിക്കുന്നതിന് പിന്നിൽ UDF BJP കൂട്ടുകെട്ടാണ്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ നഗരസഭയിൽ BJPയുമായി നീക്കുപോക്ക് നടത്താനാണ് UDF ശ്രമമെന്നും ഇതിന്റെ ആദ്യപടിയാണ് BJPയെ സഹായിക്കാനുള്ള ഇന്നത്തെ മാർച്ചെന്നും കക്കാടൻ റഹീം ആരോപിച്ചു. നിലമ്പൂരിലെ UDF നഗരസഭാ ഭരണസമിതിക്കെതിരെ ആക്ഷേപമുന്നയിച്ചുകൊണ്ട് സമരം നടത്തുന്നത്. ഈ സമരം തികച്ചും പാലക്കാട്ടെ BJP ഭരിക്കുന്ന നഗരസഭയെ സഹായിക്കാനുള്ള UDF BJP ധാരണയുടെ ഭാഗമായുള്ള സമരമായാണ് ജനങ്ങൾ ഇതിനെ കാണുക. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ BJPയും UDFും തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടിന് തുടക്കമായി ഈ സമരത്തെ ജനങ്ങൾ കാണുമെന്നുള്ളത് ഉറപ്പാണ്. നിലമ്പൂർ നഗരസഭയിൽ UDF നടത്തുന്ന മാർച്ച് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. നഗരസഭയിലെ ഹരിത കർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ പാലക്കാട് നഗരസഭാ പ്രദേശത്ത് തള്ളിയതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾക്ക് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ല. അംഗീകൃത ഏജൻസിയാണ് മാലിന്യം കൊണ്ടുപോകുന്നത്. മാലിന്യം കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്വവും കമ്പനിക്കാണ് എന്ന ഉടമ്പടിയും നിലവിലുണ്ട്. ഈ കരാർ ലംഘനം നടത്തിയാൽ ഏജൻസിക്കെതിരെ നടപടി സ്വീകരിക്കും. ഏജൻസിയുടെ നിലവിലുള്ള കരാർ കാലാവധി ജനുവരി 19 വരെയാണ്. കാലാവധി കഴിഞ്ഞാൽ പുതിയ താൽപര്യപത്രം ക്ഷണിക്കും. വഴിയോരത്ത് മാലിന്യം തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കക്കാടൻ റഹീം പറഞ്ഞു. തെരുവിൽ മാലിന്യം നിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂർ നഗരസഭയുടെ പേര് വലിച്ചേക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഒന്ന്, അവിടെ കണ്ടെത്തിയെന്ന് പറയുന്ന ചാക്ക് 4 വർഷമായി നിലമ്പൂർ നഗരസഭയിൽ ഹരിതകർമ്മസേനയുടെ പേരിൽ ഒരു ചാക്കും ഇവിടെ വിതരണം ചെയ്യുന്നില്ല. പിന്നെ ഈ ഏജൻസി നിലമ്പൂർ നഗരസഭയിൽ നിന്ന് മാത്രമല്ല മാലിന്യം ശേഖരിക്കുന്നത്, മറ്റു പഞ്ചായത്തുകളിൽ നിന്നും ശേഖരിക്കുന്നുണ്ട്. നഗരസഭ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കഴിഞ്ഞ 4 വർഷമായി ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസികളുടെ താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ടാണ് കുറഞ്ഞ തുക കോട്ട് ചെയ്യുന്ന ഏജൻസികൾക്കാണ് റിജക്റ്റഡ് വേസ്റ്റുകൾ കൈമാറുന്നത്. ഈ വർഷം ഭാരതീയർ എന്ന് പറയുന്ന ശുചിത്വ മിഷൻ എംപാനൽ ചെയ്ത ഏജൻസിക്കാണ് നഗരസഭ റിജക്റ്റഡ് വേസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ സംവിധാനത്തിൽ ഒരുവിധ പരാതികളും ഉയർന്നു വന്നിരുന്നില്ല. ഈ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് നഗരസഭ 5 രൂപ 50 പൈസയാണ് ഏജൻസിക്ക് കൊടുക്കുന്നത്. 5 രൂപ 50 പൈസ കൊടുത്ത് 1 കിലോ റിജക്റ്റഡ് വേസ്റ്റ് ഈ ഏജൻസിക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നഗരസഭയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇവർക്ക് ഇവരുടെ ഗോഡൌണിലേക്ക് കൊണ്ടുപോയി ഇവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പിന്നീട് നോക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ല. അത് സംബന്ധിച്ച കൃത്യമായ എഴുതി തയ്യാറാക്കിയ കരാറ് നഗരസഭയും ഈ ഏജൻസിയുമായി തമ്മിലുള്ള കരാർ നിലവിലുണ്ട്. ഈ കരാർ ലംഘിച്ചാൽ അതിനെതിരെ നടപടി സ്വീകരിക്കാൻ നഗരസഭ തയ്യാറാണ്. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പരാതിയെ സംബന്ധിച്ച് നഗരസഭ കൊണ്ടുപോകുന്ന ഏജൻസിയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏജൻസിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. എ+ വിഷൻ നിലമ്പൂർ. ഓ മൈ ഗോഡ്, വാവേ ഒരു മിനിറ്റ്. Super Absorbent Poppy's Diapers.